എല്ലാ വ്യവസ്ഥകളും പാലിച്ചാണ് കലൂർ സ്റ്റേഡിയം നവീകരണത്തിനായി കൈമാറിയതെന്ന് GCDA ചെയർമാൻ ചന്ദ്രൻപിള്ള. നാട്ടിൽ നല്ല കാര്യം നടക്കുമ്പോൾ പ്രതിപക്ഷം അനാവശ്യ വിവാദം സൃഷ്ടിക്കുന്നതെന്തിനെന്ന് മന്ത്രി MP രാജേഷും ചോദിച്ചു. അതിനിടെ GCDA ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസ് അതിക്രമിച്ചു കയറി. കലൂർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട വിഷയം കോൺഗ്രസ് രാഷ്ട്രീയവൽക്കരിക്കുമ്പോൾ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് സ്റ്റേഡിയം നവീകരണത്തിന് വിട്ടുനൽകിയതെന്ന് വ്യക്തമാക്കുകയാണ് GCDA ചെയർമാൻ ചന്ദ്രൻപിള്ള. സ്റ്റേഡിയം മത്സരത്തിനായി നവീകരിക്കാൻ GCDA സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് കൈമാറിയത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെല്ലാം SKFുമായി കരാറുണ്ട്. നവംബർ 30 വരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനാണ് അനുമതി നൽകിയത്. ശേഷം സ്പോൺസർക്ക് സ്റ്റേഡിയത്തിൽ യാതൊരു അവകാശവും ഉണ്ടാകില്ലെന്നും ചന്ദ്രൻപിള്ള വ്യക്തമാക്കി. സ്പോർട്സ് കേരള ഫൗണ്ടേഷന് സ്റ്റേഡിയം മാച്ചിന് വേണ്ടി തയ്യാറാക്കാൻ കൈമാറിയിട്ടുണ്ട്. അത് രേഖാപരമാണ്. സ്പോൺസർക്ക് GCDA കൈമാറിയിട്ടില്ല, അങ്ങനെ സാഹചര്യം ഉണ്ടായിരുന്നിട്ടില്ല. ഈ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒരു PSU ആണ്. അതിൻ്റെ MD വിഷ്ണുരാജ് IAS ആണ്. അത് ഗവൺമെൻറ് സ്ഥാപനമാണ്. അവർക്കാണ് കൈമാറിയിട്ടുള്ളത്. കലൂർ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം അനാവശ്യ വിവാദം ഉണ്ടാക്കുന്നുവെന്ന് മന്ത്രി MP രാജേഷ് പ്രതികരിച്ചു. അവിടെ സ്റ്റേഡിയം നവീകരിക്കുകയല്ലേ ചെയ്യുന്നത്, സ്റ്റേഡിയം പൊളിച്ചു മാറ്റുന്നല്ലോ ചെയ്യുന്നത്, നവീകരിക്കുകയല്ലേ ചെയ്യുന്നത്. GCDAക്കോ സർക്കാരിനോ ചെലവ് വരുന്ന കാര്യമല്ല. ഒരാൾ ഒരു കാര്യം, ഒരു പൊതു സൗകര്യം നവീകരിക്കുന്നു, വിപുലീകരിക്കുന്നു. അതിൽ നമ്മൾ വിവാദത്തിന്റെ സാധ്യത എന്താണെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. അതേസമയം GCDA ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അതിക്രമിച്ചു കയറി. ചെയർമാന്റെ മുറിയിൽ കയറി സംഘർഷമുണ്ടാക്കി. തടയാൻ ശ്രമിച്ച പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. നേരത്തെ അന്താരാഷ്ട്ര നിലവാരത്തിൽ പരിപാലിക്കുന്ന ടർഫിൽ കോൺഗ്രസ് അതിക്രമിച്ചു കയറി നാശനഷ്ടമുണ്ടാക്കിയതിൽ GCDA പരാതി നൽകിയിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.